എല്ലാവർക്കും പ്രഭാത വന്ദനം. വളരെ പ്രശാന്തസുന്ദരമായ ഒരു പുലരി കൂടി നമുക്ക് കാണുവാനുള്ള, ആസ്വദിക്കുവാനുള്ള സൗഭാഗ്യം കിട്ടിയിരിക്കുകയാണ്. ഞാൻ രാവിലെ ഉള്ള പ്രഭാത സവാരിയിൽ അടുത്തുള്ള ഒരു പാർക്കിൽ എത്തിയതാണ്. വളരെ ശാന്തസുന്ദരമായ ഒരു കാലാവസ്ഥയും പ്രകൃതിയുമാണ്. ഇന്ന് ഇടയ ദിവസമായതുകൊണ്ട്, തിങ്കളാഴ്ച ആയതുകൊണ്ട് പാർക്കിൽ തിരക്കില്ല. സാധാരണ ശനി ഞായർ അവധി ദിവസങ്ങളിൽ ഇവിടെ നിറയെ കുട്ടികൾ, മാതാപിതാക്കൾ എല്ലാം വന്ന് ഉല്ലസിക്കുന്ന ഒരിടമാണ്. പൂക്കളെല്ലാം ഏതാണ്ട് തീർന്നിട്ടുണ്ട് എങ്കിലും ഇപ്പോഴും പൂത്തുലഞ്ഞു നിൽക്കുന്ന ചില മരങ്ങൾ ഉണ്ട്. ഒരു പുതിയ പ്രതീക്ഷയുടെ നാമ്പുകൾ എല്ലായിടത്തും കാണാം. നീണ്ടയൊരു തണുപ്പ് കാലം കഴിഞ്ഞ് വളരെ മനോഹരമായി പ്രകൃതി എല്ലാം പൂത്തുലഞ്ഞു നിൽക്കുകയാണ്. നല്ല തളിര് ഇലകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇത്തരം മനോഹര പ്രകൃതി ദൃശ്യങ്ങൾ ഈ പ്രകൃതി നമുക്ക് ഒരുക്കിയിരിക്കുന്നു. പ്രകൃതിയുടെ ഓരോ കാലങ്ങൾ, മാറിക്കൊണ്ടിരിക്കുന്ന ആ കാലങ്ങൾ ആസ്വദിക്കുവാനുള്ള ആ സൗഭാഗ്യം ഈ മനുഷ്യന് ഈ ഭൂമുഖത്ത് ഉള്ളപ്പോൾ നമ്മൾ പലപ്പോഴും ഓർത്തു പോവുകയാണ്. മനുഷ്യൻ എത്രമാത്രം വിഡ്ഢികളാണ്. ഈ ലോകത്ത് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അനുദിന സംഭവവികാസങ്ങൾ, ലോക നേതാക്കൾ, നമ്മളെല്ലാം വളരെ പ്രതീക്ഷയോടുകൂടി ഉറ്റുനോക്കുന്ന നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രകോപനങ്ങൾ, യുദ്ധങ്ങൾ, ആഗോളതലത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അസമാധാനം, അതുമൂലം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ലോകത്തിൽ മുഴുവൻ നേരിട്ടുകൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ, ഈ പ്രപഞ്ചം ഈ പക്ഷി ജീവജാലങ്ങൾക്ക് മാത്രമുള്ളതായിരുന്നുവെങ്കിൽ എത്ര സമാധാനസുന്ദരമായിരുന്നു. നമ്മൾ മനുഷ്യനാണ് ഇത്രമാത്രം അതപ്പതിച്ച് പോരടിച്ച് നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന ഈ വിഭവങ്ങളെല്ലാം പരസ്പരം പങ്കുവെക്കുന്നതിനോ, അങ്ങനെ സ്നേഹത്തിൽ ഒരു ആഗോള സമൂഹമായിട്ട് കഴിയുന്നതിനോ ഉള്ള അവസരം ഇല്ലാതാക്കിക്കൊണ്ട് പരസ്പരം ശരിക്കും പറഞ്ഞാൽ, മലയാള ഭാഷയിൽ പറഞ്ഞാൽ തമ്മിത്തല്ലി ചാകുക, ആർക്കും ഒരു ഗുണവുമില്ലാത്ത ഈ ഒരു അവസ്ഥ കാണുമ്പോൾ, അതും ആദ്യ ആണവ ദുരന്തം ഏറ്റുവാങ്ങിയ ഒരു രാജ്യത്ത് നിന്ന്, ജപ്പാനിൽ നിന്ന് സംസാരിക്കുമ്പോൾ ഇവിടെയുള്ള ജനം ഇപ്പോൾ വളരെ ആവേശപൂർവ്വം യുദ്ധത്തിനെതിരെ, കഴിഞ്ഞ ദിവസമൊക്കെ ടോക്കിയോയിൽ വലിയ പ്രകടനങ്ങൾ, ഡെമോൺസ്ട്രേഷൻസ് വളരെ അപൂർവമായിട്ട് മാത്രം ജപ്പാനിലുണ്ടാകുന്നതാണ്. നല്ലൊരു വലിയ പ്രകടനം കഴിഞ്ഞ ദിവസം ടോക്കിയോയിലുണ്ടായിരുന്നു. ഇപ്പോഴത്തെ ആഗോള ഒരു അന്തരീക്ഷം, അതിലുള്ള ഉത്കണ്ഠ രേഖപ്പെടുത്തിക്കൊണ്ട് ജപ്പാൻ്റെ പ്രധാനമന്ത്രിയും ഏതാണ്ട് അമേരിക്കയുടെ കൈ പിടിച്ചുകൊണ്ട് തന്നെ നീങ്ങുന്ന ഒരവസ്ഥയാണ്. അതുകൊണ്ട് ഭാവിയിൽ ഈ വരുന്ന ദിനങ്ങൾ അത്ര ശുഭകരമായിരിക്കില്ല. സമാധാനത്തിൻ്റെ സന്ദേശവാഹകർ ഇനിയും ലോകത്തിൽ വളരെയേറെ ഉണ്ടാവേണ്ടതുണ്ട്. നമുക്ക് ഓരോരുത്തർക്കും സമാധാനത്തിൻ്റെ സന്ദേശവാഹകരാകാം. ഈ സുദിനത്തിൽ എല്ലാവർക്കും ഒരിക്കൽ കൂടി ജപ്പാനിൽ നിന്നും പ്രഭാത വന്ദനം.